നമസ്കാരം, രുചിസ്മൃതത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ പ്രഭാത ഭക്ഷണം എന്തൊക്കെയാണെന്ന് കാണണ്ടേ? വീഡിയോ കാണാം. ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. അതിലേക്ക് പെരുംജീരകം ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഇഞ്ചിയും വെള്ളുള്ളിയും പൊടിയെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ശേഷം ഒരു സവാള നന്നായിട്ട് കൊത്തി അരിഞ്ഞ് അതും ചേർത്ത് കൊടുക്കാം. ഒരു 2-3 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഒരു ഉരുളക്കിഴങ്ങ് പൊടിയെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും പൊടിയെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പ് ചേർത്ത് ചെറുതീയിൽ അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. നന്നായി വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും 1-1.5 സ്പൂൺ മല്ലിപ്പൊടിയും എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ശേഷം അതിലേക്ക് നന്നായി തിളച്ച വെള്ളം ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ചു കഴിഞ്ഞാൽ അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി തിളച്ച് കുറുകി കിട്ടിയാൽ അതിലേക്ക് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം. നല്ല കുറുകിയ തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചെറുതീയിലിട്ടിട്ട് ഇളക്കി ചൂടാക്കി എടുക്കാം. രുചികരമായ ഗ്രീൻ പീസ് കറി ഇങ്ങനെ തയ്യാറാക്കാം. ഇനി ഇതിനൊപ്പം കഴിക്കാനായിട്ട് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തി സാധാരണ രീതിയിൽ നമ്മൾ വട്ടത്തിലല്ലേ ഉണ്ടാക്കാറ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ചപ്പാത്തി ഉണ്ടാക്കാം. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നേ എൻ്റെ ചാനലിൽ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. സ്ക്വയർ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു ഉരുള എടുക്കാം, ഒന്ന് പരത്തിയെടുക്കാം. ശേഷം അതിനകത്ത് നന്നായിട്ട് പൊടി തൂക്കി കൊടുക്കാം. വേറൊരു ഉരുള എടുക്കാം, അതും ഒന്ന് പരത്തിയെടുക്കാം. ഇനി ഈ പരത്തിയെടുത്തത് ഒന്നിന് മേൽ ഒന്നായിട്ട് വെച്ചിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് പരത്തി കൊടുക്കണം. ശേഷം 4 വശവും ഇതുപോലെ മടക്കി കൊടുക്കാം. കണ്ടില്ലേ? ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ട് സ്ക്വയർ ഷേപ്പിൽ തന്നെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം. നന്നായി പരത്തിയതിന് ശേഷം നമുക്കിനി പാനിലേക്ക് ഇട്ട് ചുട്ടെടുക്കാം. നെയ്യോ എണ്ണയോ ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് തടവി കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ റൗണ്ടായിട്ടോ സ്ക്വയർ ആയിട്ടോ നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാം. അങ്ങനെ ഞങ്ങളുടെ പ്രഭാത ഭക്ഷണം തയ്യാറായി കഴിഞ്ഞു. പ്രഭാത ഭക്ഷണമായിട്ടും കഴിക്കാം, അത്താഴ ഭക്ഷണമായിട്ടും കഴിക്കാം അല്ലേ? അപ്പോൾ ഞങ്ങളിത് പ്രഭാത ഭക്ഷണമായിട്ട് കഴിക്കുകയാണ്. ഗ്രീൻ പീസ് കറിയും ചപ്പാത്തിയായിട്ട് കഴിക്കുകയാണ്. ഗ്രീൻ പീസ് കറി ചൂടോടുകൂടി ചപ്പാത്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് ചപ്പാത്തിയിൽ മുങ്ങിക്കിടന്ന് അതിങ്ങനെ കുതിർന്ന് കിട്ടും. അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ.